അപ്പൊ സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ നമ്മളിപ്പോ ഇന്ന് കാര്യമായിട്ട് ഇപ്പൊ ഞായറാഴ്ച അല്ലേ, അപ്പൊ എവിടേക്കും പോയിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു വിഷു പറയാച്ചിട്ട് വന്നതാണ്. അപ്പൊ സ്വത്ത് നമസ്കാരം, എന്തൊക്കെയാ വർത്തമാനങ്ങള്? ഇത് നമ്മളെ സ്വത്താണ് കേട്ടോ. അപ്പൊ എന്താ പരിപാടി ഇന്ന്? എനിക്കിപ്പോ ഇന്ന് ഞാൻ ഫ്രീ ആണ്. ഇന്ന് ഇന്നെ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോയിക്കോ. നാളെ എന്നെ പിടിച്ചാൽ കിട്ടൂല. എന്ത് അഞ്ച് അന്ന് എന്നെ കൊണ്ടുപോയമാര് അന്ന അവിടുന്ന് ഇപ്പൊ അന്ന് 100-300 ചെലവാണ്. ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് എന്താ കാര്യം എന്ന് പറ. അല്ലല്ലോ, ഞാൻ പറഞ്ഞാലേ വരുള്ളൂ. എന്താ കാര്യം എന്ന് പറ. സംഭവം കുറച്ച് ബുക്ക് ഉണ്ട്. നമുക്ക് കൊണ്ടുപോകണു, വിൽക്കണു, ആക്രിക്കടയിൽ കൊണ്ടുപോയി കൊടുക്കാം, പൈസ കിട്ടും, എന്നിട്ട് നമുക്ക് ചായ കുടിക്കാം. അപ്പൊ നമ്മളെ സ്വത്തിന്റെ പിന്നാലെ പോവാനുണ്ട്. അവന്റെ അടുത്ത് കുറച്ച് ബുക്കുകൾ ഇരിക്കുന്നുണ്ട്. ആക്രിക്കടയിൽ കൊണ്ടുപോയി കൊടുക്കുക, ചായ കുടിക്കുക, വിൽക്കുക, ചായ കുടിക്കുക. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാനിങ്. അപ്പൊ നമുക്ക് എന്തായാലും പോകാം. ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ആരെ പറ്റിച്ചിട്ട് ചായ കുടിക്കാച്ചിട്ട് നിൽക്കാനിട്ടെന്ന്. അങ്ങനെ പൊന്നാര ചങ്കോളെ നമ്മളടുത്ത് കുറച്ച് പഴയ ബുക്കും അതേമാതിരി തന്നെ കുറച്ച് ന്യൂസ് പേപ്പറും കുറച്ച് പഴയ സാധനങ്ങളൊക്കെ പട കൂടിയിട്ട് ചാക്കിലാക്കിയിട്ട് ചൂടിക്കയറിട്ടിട്ട് വലിച്ചു മുറുക്കി കെട്ടിയിട്ട് നമ്മളിപ്പോൾ ആക്രിക്കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് രസം. പൊന്നാര ചങ്കോളെ നമ്മൾ ഉദ്ദേശിച്ച പൈസ കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല. നമ്മളിനി അടുത്ത യാത്ര എവിടേക്കാച്ച് നമ്മുടെ സുന്ദരേട്ടൻ്റെ തട്ടിടലിക്കാനുണ്ടോ പോയിക്കൊണ്ടിരിക്കണത്. അങ്ങനെ നമ്മളിപ്പോൾ കൈലാട് സെൻട്രലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ താഴത്താണ് കേട്ടോ നമ്മളെ സുന്ദരേട്ടൻ്റെ തട്ടുകട. എന്തെന്നെയാണെച്ചാലും വൈകുന്നേര സമയത്ത് ചൂടുള്ള ചായയും ചൂടുള്ള എണ്ണക്കടിയും കഴിക്കണതിന്റെ രസം ഒന്ന് വേറെയാണ് കേട്ടോ. പൊന്നാര ചങ്കോളെ നമ്മളിപ്പോൾ തട്ടിടലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെങ്ങന്മാരെ നമ്മൾക്കിപ്പോ 70 ഉറുപ്പ്യ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബുക്കെല്ലാം വിട്ടിട്ട് 70 ഉറുപ്പ്യാണ് കിട്ടിയിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോ കൈലാട് സെൻട്രലാണ് കേട്ടോ ഉള്ളത്. നമ്മളെ സുന്ദരേട്ടന്റെ തട്ടുകടയിലാണ് ഉള്ളത്. ഇവിടുത്തെ ചായ എന്ന് വെച്ചിട്ട് വേറെ ലെവലാണ് കേട്ടോ. അങ്ങനെ പൊന്നാര ചങ്കോളെ നമ്മളെ കണ്ടപാട് നമ്മളെ കാക്കു നമുക്കുള്ള സ്പെഷ്യൽ ചായ പഠനം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചായ വെച്ചാല് പോരാട്ടോ, പൊടുത്തം പൊട്ട ചായ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാനും സ്വത്തും പാടെ കൂടിയിട്ട് ഒരു 5-6 പഴംപൊരിയും അതേമാതിരി തന്നെ ഒരു 5-6 മുട്ട ബജ്ജി പാടെ കൂടിയിട്ട് കഴിച്ചിട്ട് വയറൊക്കെ നിറഞ്ഞിട്ട് ഏമ്പക്കം വിട്ടിട്ട് പിന്നെ നമ്മൾ പോരേണ്ട തയ്യാറെടുപ്പിലാണ് കേട്ടോ. വീഡിയോ കാണുന്ന ചങ്കോളോട് പറയാൻ എന്താ വെച്ചാൽ ഈ വഴി കൂടെ വരണ സമയത്ത് ഇവിടെ കയറിയിട്ട് ഒരു ചായ എല്ലാം കുടിച്ചിട്ട് റിസൾട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ എന്തിനാണെങ്കിലും നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് പോണ്. അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി മുന്നോട്ടേക്ക് വരും. അടുത്ത വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ.